ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. അപ്പൊ നമ്മളിതാ പെരുന്നാൾ ഡ്രസ്സിലാണുള്ളത് എല്ലാവരും കേട്ടോ. ഐനസിന്റെ ഡ്രസ്സ് ഞങ്ങൾ ഒപ്പിക്കാൻ നോക്കിയാലും പക്ഷെ കളർ പലവിധായി പോയി. അതെ, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കാക്കുവിന്റെ മഞ്ഞ തന്നെയാണ്, ഇഞ്ചത മഞ്ഞ തന്നെയാണ്, ഐനസിന്റെ മഞ്ഞ തന്നെയാണ്. പള്ളിയിലൊക്കെ പോയി വന്ന് ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. മാമമാരും അമ്മായിമാരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചവർ പോയില്ലേ, ഒരു പോയി. അപ്പൊ ഇനി ഞങ്ങള് അതെ ഞങ്ങളിതാ സൈനമ്മ ഇവിടെ ആണല്ലോ, അപ്പൊ ഇപ്രാവശ്യം എല്ലാരും ഇവിടുന്ന് കൂടാൻ വിചാരിച്ച്. ആദ്യം നമ്മള് അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കേണ്ടെന്നല്ലേ വിചാരിച്ച്. പിന്നെ ഇന്നലെ മാമന്മാർ എന്നാ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ആഘോഷിക്കാം. അതന്നെ, അതും നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ. എല്ലാരും ഒരുമിച്ച് കൂടി ആഘോഷിക്കാന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഒരു പെരുന്നാൾ വ്ളോഗ് എന്നുള്ള ലെവലില് വലിയൊരു വീഡിയോ ആയിട്ടൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു ഞങ്ങൾ ഈ ചെറിയ വീട്ടിലുള്ള ചെറിയൊരു കാര്യങ്ങളായിട്ട് മുമ്പിലേക്ക് കൊണ്ടുവരാണ്. ചെറിയ വീടൊന്നുമല്ല, ചെറിയ വീട്, നമുക്കത് കൊട്ടാരാണ്. അപ്പോൾ നമ്മള് അങ്ങനെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഖബർ സിയാറത്തും കഴിഞ്ഞ് അതുപോലെ തന്നെ ഇന്ന് മറ്റു ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതാ വീട്ടിലെത്തി. രണ്ട് ഫ്രണ്ട്സിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേ പോകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളടത്തേക്കൊക്കെ പോകണം. എങ്ങോട്ടും പോയിക്കില്ല, എല്ലായിടത്തും ഒന്ന് എത്തിപ്പെടണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. പിന്നെ ചെറിയ യാത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല, നാളത്തേക്കാണ്. ഇന്നിപ്പോൾ വേറെ പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത് എനിക്ക് ക്ഷീണമാണ്, യാത്ര ക്ഷീണം. അതുകൂടാണ്ട് തന്നെ ഇന്നലെ ഒരുപാട് ലേറ്റായി കിടന്നപ്പോൾ 1 മണി 1:30 ആയി. അപ്പോൾ പിന്നെ അത് കാരണമൊക്കെ വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും ഇന്നലെ ഒന്നും പറ്റിയില്ല. പറ്റിയതുപോലെ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഇന്നലെ അപ്ലോഡ് ചെയ്തത്. പിന്നെ അപ്പൊ എന്തായാലും എല്ലാവർക്കും വീണ്ടും ഒരു ഈദ് ആശംസകൾ. ഐനൂസ് ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഐനൂസിന്റെ ഷൂസും കുപ്പായവും ഒക്കെ നല്ല രസമുണ്ട് അല്ലേ. ഞാൻ ഷർട്ട് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇതൊരു ഷർട്ട് ഞാൻ എടുത്തതാണ്, എന്റെ സ്വന്തം എടുത്താണ്. ഞാൻ ഇടൂലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഏകദേശം മാച്ച് ചെയ്യുന്നത് ഞാൻ രാവിലെ ഇടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പറഞ്ഞില്ലേ. നാളെ ചോപ്പല്ലേ, അത് ശരിക്കും ചോപ്പല്ല, അതൊരു എന്താ പറയാ, ഒരു നാളത്തെ ഡ്രസ്സിന്റെ കളർ അതേ നാളെ ഇടാൻ വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ ഐനൂസിന് മറ്റാ ചോപ്പിടും. അത് ഏകദേശം ഈക്വലായിട്ട് കിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് പെരുന്നാൾ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പൊ എന്തായാലും പെരുന്നാൾ വ്ളോഗ് ഒന്ന് കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഐനൂസ് നല്ല സുന്ദരി മോനെ അയക്കണം കേട്ടോ. ഐനൂസിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പെരുന്നാൾ വ്ളോഗിലേക്ക് കിടക്കാം അല്ലേ. അകത്തേക്കൊന്ന് കേറി നോക്കാം, ഉമ്മ എന്താണ് പരിപാടി, ഉമ്മച്ചി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കേറി നോക്കാം നമുക്ക്. അപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ടല്ലേ അതിനോ പി പോവല്. ആരാ മുട്ടായി കൊണ്ടുതന്നേ? മാമ കൊണ്ടുവന്നതാ. സിനിമ ഈദ് മുബാറക്. ചോറ് വയ്ക്കണ്ട നിങ്ങക്ക്? നിങ്ങൾ ഐനൂസിന്റെ ഡ്രസ് ഉണ്ടോ? മാ മിന്നുവിന്റെയോ? ഐനൂസിന്റെ കണ്ടില്ല? ഐനൂസിന്റെ അത് ഉമ്മ എണീറ്റില്ല, ഉമ്മ എപ്പോഴാണ് എണീറ്റ് കുളിച്ചൊക്കെ. കുളിച്ചില്ലേ? ഡ്രസ് മാറ്റിയതാ? കുപ്പായ രസം ചോദിക്ക്. നല്ല മോനാണ്. തരൂട്ടോ, തരും. അത് തരൂല. നമ്മൾ വീഡിയോ എടുക്കല്ലേ. കരയരുത് കേട്ടോ, പെരുന്നാളിന് ആരെയും കരിയോ? നല്ല കുട്ടികളല്ലേ. ഓനെ ഓർക്കുണ്ടോ? ഒന്നാമത് അതാ നിങ്ങക്ക് ചോറ് ഉമ്മ മാത്രം പണിയല്ലേ. ഓല്ലേ, ഞാനും ഉണ്ട്. അതിന്റെ അകത്ത് ഒരാള് കിടക്കുന്നു. ഞാൻ ഇപ്പോഴേ ഉണ്ട്.
എല്ലാരും പോയി. അനുഷേ ചെരുപ്പിട്ടൊന്ന് അടുക്ക് ലൈറ്റ് കത്തുന്ന നോക്കട്ടെ. അല്ല ലൈറ്റ് കത്തുന്ന നോക്കട്ടെ. അവനൊന്ന് താഴേക്ക് നടക്കതിനകത്തോ. നടക്ക് നോക്കട്ടെ ലൈറ്റ് എത്ര കാണട്ടെ. ഇത് വേഗം തീരൂലേ. നടക്കാൻ കുറച്ച് പ്രയാസം ഞങ്ങക്ക്. കുപ്പായ ലേശം വലുതാണേ. കുഴപ്പമൊന്നുമില്ലല്ലേ ചെറുതാടെ. അയിനു നിമിഷേ നിനക്ക് ഡ്രസ് ഇഷ്ടപ്പെട്ടോ? ഇത്ര ചെറിയ കമ്മലെടുക്ക. ഈ ഡ്രസ്സും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് റസൽ ഫാസി ഓൺലൈൻ ഷോപ്പ് ഇൻസ്റ്റഗ്രാമിലുള്ള റസൽ ഫാസി ഓൺലൈൻ ഷോപ്പ് തന്നെയാണ് ഇതും നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നല്ല ഡ്രസ്സാണ് കേട്ടോ. നല്ല ഫുൾ കൈ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ഡ്രസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് കോളർ കാര്യങ്ങളൊക്കെ വരുന്നതും നല്ല ഉഷാറായിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള കോളർ. അതന്നെ അല്ല നല്ല അടഞ്ഞിരിക്കുന്നതാണല്ലോ എടുക്കല്. അപ്പോൾ എന്തായാലും അത് നല്ലൊരു ഡ്രസ്സാണ് കിട്ടിയത്. ഇതിന് എത്രയാണ് റേറ്റ് പറഞ്ഞാൽ 900 800 എനിക്ക് ഓർമ്മല്ല. 800 600 അങ്ങനെ എന്തോ ആണെന്ന് തോന്നി ഞാൻ കൊടുത്തത്. നല്ല രസം. ഷാൾ സെപ്പറേറ്റ് വാങ്ങിയല്ലേ? അതെന്തായാലും നല്ല രസമായിട്ടുണ്ട്. ചേരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഏത് ഡ്രസ്സാണ് വാങ്ങിച്ചത്. അതിന്റെ ഫോട്ടോഷോപ്പ് കാണിച്ച് അതിനേ ചളിയാക്കല്ലേ. വാ ചളിയാക്കല്ലേ, ഇങ്ങോട്ട് വാ. അതിനോ വണ്ടി കൊണ്ട് മുന്നിക്ക് പോകരുത് കേട്ടോ. റോട്ടുമ്മക്ക് പോകരുതേ. ഞാൻ അടുത്തോളത്തെ നൈറ്റ് മറ്റേ ഷേപ്പാക്കിയില്ല പോലും. ഏത് മെഷീൻ? പിന്നെ സുനിയത്താത്ത ഒത്തക്കേ എന്തിനാ ഒത്തക്ക? ആർക്കാ ഒത്തക്ക? അപ്പം നല്ല അടിപൊളി ബിരിയാണി റൈസ് ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ബീഫല്ലത് ബീഫ് ഇതാ അവിടെ ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. പായസം ഉണ്ടാക്കിയില്ല. കണ്ട പായസം എന്തേ അമ്മ? ആര്? മിന്നു ഉടുപ്പമ്മ നൈറ്റി അല്ലല്ലോ, ഉടുപ്പല്ല എടുത്തു കൊടുത്തത്. നിങ്ങൾ കണ്ടില്ല? ഉമ്മ കാണിച്ചു കൊടുക്ക. ഉടുപ്പ് ഈ രാവിലെ എന്നോട് മാറ്റിട്ട് ഉടുപ്പ് കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലേ. അവിടെ തടയണ നോക്കിട്ട് വാ. ഉടുപ്പല്ലമ്മ, അല്ല നൈറ്റി അല്ല, ഉടുപ്പാണ് അമ്മ എടുത്തു കൊടുത്തത്. സിനിമാക്ക് വേഗം ശരിയാവട്ടെ. എല്ലാരും ദുആ ചെയ്യും. അല്ലേ മിന്നോ? അതെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഒക്കെ റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ അമ്മാന്റെ എല്ലാ അസുഖങ്ങളും ഇല്ലമ്മ മാറും. ഒരു കുഴപ്പമില്ല. ഒരു വിഷമങ്ങള് വിഷമിക്കണ്ട കേട്ടോ. അത് സാരല്ലമ്മ. വേദന നിങ്ങൾ എണീച്ച് നടക്കണേ. എണീച്ച് നടന്നാലേ വേദന കുറയുള്ളൂ. നിങ്ങൾ എണീച്ച് നടക്കായിട്ടല്ലേ. ശരിയായിക്കോളും, കുഴപ്പമില്ല. നീ സേനുമാനോട് മിണ്ടിയോ? സേനുമാക്ക് ഉമ്മ കൊടുത്തോ? എപ്പോ? ഇന്നൊന്നുമില്ല കേട്ടോ, ഒരു യാത്രയില്ലേ ഇന്നിവിടെ തന്നെ. ഇന്ന് എല്ലാവരും പുരയിലും പോയി ഓരോ ഗ്ലാസ് പായസം കുടിച്ച് അപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആവും. പിന്നെ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും കൂടി ഒന്ന് ടൗണിലൊക്കെ പോയി ഒന്ന് കറങ്ങി പോരും. അവരോട് പെരുന്നാള് ഇല്ലമ്മ ഇന്നങ്ങോട്ട് പോണ്ടല്ലോ. അങ്ങോട്ട് പോവില്ല. നാളെ ഇൻഷാ അല്ലാ നമുക്ക് പോവാം. നോക്കാം നമുക്ക്. നോക്കേ അല്ല ശരിയാക്കാം. നോക്കാന്നല്ലാണ്ട് പിന്നെ നാളെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പഠിച്ചോനിക്കല്ല അറിയല്ലോ, നമുക്കറിയില്ലല്ലോ. എനിക്ക് നാളെ എന്ന് പറഞ്ഞ ചിന്ത ഇല്ലേ. ഇന്ന് കഴിഞ്ഞാൽ നാളെ ജനിക്കോ ജീവിക്കോ എന്ന് ആർക്കറിയാ. നടക്കുക
പോവല്ലേ നമുക്ക് ഉമ്മി പറഞ്ഞു പോയിക്കോളാന് നമ്മള് പോവല്ലേ പോവില്ല അത് നടക്കൂല ഇത് നല്ല രസമുണ്ട് ഇതെങ്ങനെ നമ്മ കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിട്ടി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ കറക്റ്റ് ഫിറ്റ് കിട്ടി ഞാൻ പോയെടുത്ത അങ്ങനെയാണ് എന്റെ പെരുന്നാൾ ഡ്രസ്സാ അത് ആ കൊള്ളാം കൊള്ളാം എവിടെ ഷൈമൊക്കെ എവിടെ ഇപ്പഴല്ല നമ്മള് മാമു വന്നിട്ടല്ലേ പോവാ മാമൊക്കെ തിന്ന് നല്ല വെട്ടിയായിട്ട് നമ്മള് പോവും ഷൂ ഒന്നും ഊരില്ലേ അല്ലോ നമുക്ക് പോണോ നമുക്ക് പോണെന്ന് ഇപ്പൊ നമുക്ക് മാമു തിന്നപ്പാ ഇപ്പൊ മാമു തിന്നപ്പാ അതിനോ ഇപ്പൊ മാമു തിന്നപ്പാ തെറ്റി പോവാന്ന് പറഞ്ഞു പോയി ഞാൻ എല്ലാറിനെ തെറ്റി 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 അതിനോ ചെപ്പ തെറ്റി ആ രസണ്ട് ആണോ മേക്കപ്പ് ചെയ്തന്ന് കണ്ണൊക്കെ പരത്തിക്കണല്ലോ നല്ല രസമുണ്ട് കേട്ടോ ഷറായി ആയി സുന്ദരി മോളായിക്കണല്ലോ ഇതെവിടുന്ന വലിയ മാലൊക്കെ കിട്ടിയേ ജസിൽ താത്തേ ശരി ചെരുപ്പടെ ചെരുപ്പിട്ട് നോക്കട്ടെ ചെരുപ്പിട്ട് നോക്കട്ടെ രസമുണ്ടോന്ന് വിട്ട് കുറച്ച് ആ നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്തിനപ്പോ ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കണേ ഓ താത്താനോടുള്ള സ്നേഹം ഒന്നുമില്ല വണ്ടിന്റെ അടിയിൽ ഒന്നുമില്ല കേട്ടോ നോക്ക് ആകെ 2 ഡ്രസ്സേ ഞാൻ നോക്കിയിട്ടുള്ളൂ 2 എണ്ണത്തിൽ ഒന്ന് നോക്ക് അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു ചോപ്പ് എന്താ എനിക്ക് വേഗം ഇഷ്ടപ്പെട്ട് മാർക്കിസ്റ്റ മൈലാഞ്ചി ഇട്ടില്ല രണ്ടാളും നോക്കട്ടെ ആ ഇട്ടെടുത്താ മിന്നിട്ടെന്നാ ശരിക്കും ഓ രസമുണ്ട് കേട്ടോ നിങ്ങള് മാനന്തവാടിക്ക് പോണ്ടോ നാളെയാ ഉപ്പച്ചി കൊണ്ടുപോകാറണോ ഉപ്പച്ചിക്ക് ലീവ് ഉണ്ടോ നാളെ എടെ ആ ഇങ്ങനൊക്കെ ഇടാൻ അറിയാം മിന്നുന് അത് ശരി അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആണപ്പോ അല്ലേ എനിക്ക് ഇതുവരെ ഒരു കൺമശി പോലും ഇട്ടന്നിട്ടില്ലല്ലോ അത് നമുക്ക് വേറെ പിന്നെടാ അതിന് മോനെ എന്നെ നല്ലോണം ഇരുന്ന് തരുമല്ലോ കൺമശൊക്കെ ഇടാന് നിനക്ക് ഇതാണ് നല്ലത് നീ ആ ലിപ്റ്റിക്ക് വിട്ട് കൺമഷി മറ്റേ നിറച്ചു എഴുതി ഒരു പുള്ളിക്കുത്തും കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും ബസന്തി ഇത് വസന്തി നല്ല നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കുഞ്ഞോളെ കാണാൻ നല്ല ഡ്രസ് അല്ലേ ഷൈമന്റെ രസമുണ്ട് ഷൈമൊക്കെ ചേരുന്നുണ്ട് വലുതാണോ ഷൈമ അടിച്ചോ അല്ല ഉടുപ്പ് ഇങ്ങനെ ഉണ്ടാവുക വെള്ള പാൻറ്റൊക്കെ ഉണ്ടായിരുന്നോ ഞാൻ ഉടുപ്പ് മാത്രമേ എടുത്തോളൂ പെയിന്റിന്റെ കാര്യം ഞാൻ ആലോചിച്ചില്ല ഉടുപ്പും ചെരുപ്പും നല്ല രസമുണ്ട് ചെരുപ്പ് വലുതാ ഇല്ലല്ലോ കറക്റ്റ് അല്ലേ ഞാൻ പോകുമ്പോ മാത്രം ഞാൻ പോവാൻ അതല്ല അങ്ങനെ ചോദിക്കി അങ്ങനെയാണ് ചോദിക്കേണ്ടത് പോവാൻ പറഞ്ഞാൽ അപ്പ മുഖം താത്ത പോണ്ട അന്ന് പോവാൻ പറയുമ്പോ വല്ല മുഖം കാണണം നൈറ്റ് നല്ല രസമുണ്ട് കേട്ടോ കൊള്ളാം നല്ല ഭംഗിയുണ്ട് മിന്നുന്റെ സെലക്ഷനാ ഉമ്മച്ചിന്റെ എന്താണ് ചോറുന്ന അപ്പൊ എന്നാ ഭക്ഷണവും കഴിക്കാം അല്ലേ ഭക്ഷണവും കഴിച്ചിട്ട് വേണം ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തിട്ട് എനിക്ക് എല്ലാവരുടെ പുരയിലും പോകണം ആരും ഒരു കൂട്ടുകാരന്റെ പുരയിലും ഒരു ഇത് വരെ പോയിക്കില്ല എല്ലായിടത്തും ഒന്ന് പോയി പോരണം
അപ്പൊ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി നോക്കാം. ബിരിയാണി മാമു പ്ലേറ്റ് പൊട്ടും. ബിരിയാണി മാമു ബീഫും. പ്ലേറ്റ് പൊട്ടിക്കല്ലേ. പോയി നോക്കാം. ആ എടുത്തരും കേട്ടോ. ഇപ്പൊ എടുത്തരും. ചെറു രസമുണ്ടോ? അങ്ങനെ എന്നും നിങ്ങള് വന്നിരുന്നിട്ട് ടേബിളും ഇരുന്ന് ചോറുന്നാണ് വേഗം സൂക്കട് മാറും. ആ നിങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നിട്ടാ, അവിടെ ഇങ്ങനെ ഇരുന്നിട്ടാ. കുഞ്ഞോളെ ചോറ് രസമുണ്ടോ? കണ്ടോ? ഇപ്പൊ തന്നെ കിടക്കാനോ? എന്തിനാ? എന്താ വേണ്ട മക്കളെ നിങ്ങൾക്ക്? ബിരിയാണി അല്ല ഓൽക്ക് എന്താ വേണ്ടോ? ഓൾക്ക് ഇപ്പൊ വേണ്ട കുറച്ച് സമാധാന. അത് കൊടുത്തായി. ഇപ്പൊ കിട്ടണ ആൾക്കാടി നോക്കിക്കോ. ഇപ്പൊ കിട്ടും മച്ചിന്റെ അടുത്തുനിന്ന്. മാമന്നോ? എത്ര മാമന്നു? കുറെ തിന്നോ? 30. മച്ചേ ചോറ് നല്ല രസം കേട്ടോ. ബിരിയാണി കൊള്ളാം. അതിനോ നിന്നോ നിങ്ങൾ ഫോണ് തിന്നാ? നോട്ടെ. റീല് കാണേ ഇപ്പോഴോ? ഈ തിരക്കിനെടുക്കും ഉമ്മ റീല് കാണാണ്. എന്താ ചെയ്യണ്ടേ? പിടിച്ച് കുത്തട്ടെ? ഉമ്മീനെ കുത്തട്ടെ ഉമ്മീനെ? കുത്തി. ഇനി കുത്തണോ? ഇനി അതിനോട് കുത്തട്ടെ. മൂക്കിന് വേനുണ്ട്. എവിടെ വേന നോക്കട്ടെ. നെറ്റിമലോ? നോണ പറയല്ലേ ചക്ക, കള്ളം പറയല്ലേ ചക്ക. നിങ്ങളെങ്ങനെ പറഞ്ഞേ? നല്ല വെയിലുണ്ടല്ലോ. പിന്നെ നല്ല വെയിലാണ് കേട്ടോ. എവിടെ നോക്കട്ടെ. ഒട്ടുമ്പലാ എങ്ങനെ മുറിഞ്ഞത്? സൂചി വെക്കണോ? എത്ര സൂചി വെക്കണോ? 10? 10 വെക്കണോ? പിന്നെ 10-30 കണക്കാ. അപ്പൊ നല്ല വെടിച്ചുള്ള ചൂടാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നല്ല നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ നോക്കണം. പിന്നെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും ഷോർട്ട് ബ്രേക്ക്. ബൈ. അസ്സലാമു അലൈക്കും.